ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ അരി അരച്ചിട്ടാണ് ഈ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇത് സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. ഒരു 4 മണിക്കൂറാണ് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. മിനിമം 4 മണിക്കൂർ വെച്ച് കൊടുക്കണം, എന്നാലാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇത് തേങ്ങ വെള്ളമാണ്. ഞാൻ 1 ഗ്ലാസ് തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ തലേ ദിവസം രാത്രിയിലാണ് നിങ്ങൾ ഇതുപോലെ അരച്ച് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഇത്രയ്ക്ക് ഇട്ട് കൊടുക്കണ്ട, ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങാവെള്ളം നമ്മൾ രാവിലെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ തേങ്ങാവെള്ളം തലേദിവസം രാത്രിയിൽ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേനും നമ്മുടെ വെള്ളപ്പത്തിനൊരു ചെറിയ പുളിപ്പ് രസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം നമ്മൾ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. പച്ചരിയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ അരച്ച മാവിൽ നിന്ന് ഒരു 5 ടേബിൾ സ്പൂൺ മാവ് ഞാൻ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. നല്ലതുപോലെ കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഇളം ചൂടാവുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അത് ഇളം ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് ഈ കുറുക്കി ചേർത്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചിരകുമ്പോൾ ആ ബ്രൗൺ കളറിലുള്ള തൊലി പെടാതെ ചിരകിയെടുക്കുക. അപ്പോൾ നമ്മുടെ അപ്പത്തിന് നല്ലൊരു വൈറ്റ് കളർ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാ വെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് തേങ്ങാ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മുടെ മാവ് വേണ്ടത്. ഇപ്പം ഇത് നമ്മുടെ ബൗളിൽ ഒരു 1/4 ഭാഗത്തോളം ഉണ്ട്. അപ്പോൾ ഇത് പൊന്തി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാവ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 40 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേനും മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുതൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ചൂടിനനുസരിച്ചിട്ട് ഇത് പൊന്തി വരാം. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ടിത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. ഒരു 40 മിനിറ്റാണ് എനിക്ക് എടുത്തത്. നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പതഞ്ഞിരിക്കുന്ന മാവാണ്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനൊരു തവി മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അത്ര അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല വെള്ളയപ്പത്തിൽ. അപ്പോൾ അതൊന്ന് ഇട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവിലേക്ക് ഡയറക്റ്റ് ഉപ്പിട്ട് കൊടുത്താൽ അത് എല്ലാവരുടെയും മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുക്കരുത് മാവ്. അപ്പോൾ ഇതുപോലെ ഒരു തവി മാവിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ച് പതുക്കനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളയപ്പച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ഈ സൈഡ് ഭാഗം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ട് വരുമ്പോൾ നമുക്ക് അപ്പം എടുത്ത് മാറ്റാം. ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് എടുത്ത് മാറ്റാം.
എല്ലാ അപ്പവും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആണ് ഇത്. എത്ര സമയം കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. പിന്നെ അധികം കുഴച്ച് മെനക്കെടാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ചപ്പാത്തിയുടെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അതുപോലെ ഹോട്ടൽ സ്റ്റൈലിലുള്ള മസാല ദോശയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനായിട്ട് മറക്കരുത്. കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. തലേ ദിവസം അരച്ച് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാ വെള്ളം രാത്രിയിൽ ഒഴിച്ചു വെക്കേണ്ട. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയിൽ അരച്ച് വെക്കുക. എന്നിട്ട് രാവിലെ കുറച്ച് തേങ്ങാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഈസ്റ്റും 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണ്ട, ഒരു 1/2 ടീസ്പൂണൊക്കെ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഈസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുത്തത്. എല്ലാ വെള്ളവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.